ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ വന്നേക്കാണ്. നമ്മൾ പ്ലേ കൊടുക്കുവാണ്, ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കുവാണ്. നമ്മൾ ക്രിയേറ്റ് ന്യൂ വേൾഡ് എടുക്കുവാണ്. ഒരു സർവൈവൽ പീസ്ഫുള്ളാണ് നമ്മളിടുന്നത്. നമ്മൾ ഒരു ട്യൂട്ടോറിയലാണ് മൈൻക്രാഫ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ പീസ്ഫുൾ ഇട്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ തുടങ്ങുന്നു. ഇതിപ്പോൾ വരും. ലോഡിങ് ചെയ്യണം. ലോഡിങ് ആവുന്നു വരും. ലോഡായി. സർവൈവ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിതാ വന്നേക്കുന്നു. നമുക്ക് ഈ തേർഡ് പേഴ്സൺ ക്യാമറ മാറ്റി ഫ്രണ്ട് പേഴ്സൺ ഇടാം. സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നമ്മളിതാ വീഡിയോ എടുക്കുന്നു. ആദ്യമല്ല വീഡിയോ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എടുക്കുന്നു. തിരിച്ചു പോകണം. അപ്പോൾ നമ്മളിവിടെ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഷീപ്പിനെ കണ്ടായിരുന്നു. ഷീപ്പിനെ നമുക്ക് എന്തായാലും ഒന്ന് കൊല്ലണം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ഉറങ്ങാൻ ബെഡ് കിട്ടുന്ന ഷീപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ്. എന്തായാലും ഷീപ്പിനെ കൊന്നാലേ ഉള്ളൂ. നമുക്കല്ലെങ്കിൽ അയണിന് വെച്ച് ഷിയേഴ്സ് ഉണ്ടാക്കണം. പക്ഷേ നമ്മുടെ അയൺ ഇല്ല. അതുകൊണ്ട് വെറും കൈ കൊണ്ട് നമ്മൾ ഷീപ്പിനെ കൊല്ലുവാണ്. നല്ല ബെഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊല്ലുവാണ്. ഇച്ചിരി പാടുപെടുന്നേ ഉള്ളൂ. നമ്മളിത് കൊല്ലുന്നു. ഓക്കെ, നമ്മൾ ഇതിനെ കൊല്ലാൻ ഇച്ചിരി പാടാം. ഓക്കെ, ഒരെണ്ണത്തിനെ കൊന്നു. ഇനി വേറെണ്ണമുണ്ട്. ഓക്കെ, വേറെണ്ണം. ഷീപ്പിനെ നമ്മൾ 3 വുള്ളാണ് വേണ്ടത്. വുള്ളിവിടെ വേണം. ഓക്കെ, നമുക്കൊരു 3 വുള്ളാണ് ഒരു ബെഡിന് വേണ്ടത്. നമുക്ക് ഓക്ക് പ്ലാങ്കും വേണം. അത് നമ്മൾ ട്രീ കട്ട് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഈ ഷീപ്പിനെ കൊല്ലുവാണ്. ഇതായിപ്പോൾ നമ്മൾ കൊല്ലുവാണ്. ഓക്കെ 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 ഇത് ചാവുമോ? ഓക്കെ, അവസാനം ഇത് ചത്തു. 2 ഓക്കെ, ഇതിനെയും കൂടെ എടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ 2 വുള്ളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൈൻക്രാഫ്റ്റിൽ ആദ്യത്തെ ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ ഈ ട്രീ കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ട്രീ കട്ട് ചെയ്യുവാണ്. ട്രീ കട്ട് ചെയ്യാൻ നമ്മൾ പോവാണ്. ഓക്കെ, ഇവിടെ ഒരു ട്രീ. ഓക്കെ, ട്രീ. ഓക്കെ, ഈ കോൺഫ്ലവർ നമുക്ക് കിട്ടി. കോൺഫ്ലവർ നമുക്ക് കളയാം. വരുന്നില്ലല്ലോ. ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ എന്തിച്ചോ ഇത് വരുന്നില്ല. ഇനി കോൺഫ്ലവർ അവിടെ നമുക്ക് കോൺഫ്ലവർ അവിടെ ഇരിക്കട്ടെ. നമുക്കെന്നാൽ പോയി വുഡ് എടുക്കാം. ഓക്കെ, നമ്മൾ മട്ടൺ. ഓക്കെ, വുഡ് എടുക്കാം. നമ്മൾ വുഡ് എടുക്കാൻ ഓക്കെ തിരിയുന്നു. ഓക്കെ, ഈ മരത്തിൽ നിന്ന് എടുക്കാം. ഇവിടെ ഈ മരത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ വുഡ് നമ്മളാണ്. ഈ വുഡാണ് നമ്മളിങ്ങനെ കൈ കൊണ്ട് ബ്രേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കണ്ടോ, ബ്രേക്ക് ചെയ്ത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന വുഡും ബ്ലോക്കൊക്കെ ആ വായു പറന്നിരിക്കും. അതുകൊണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത് മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ. ഓക്കെ, നമ്മളതാ വുഡ് ഫുള്ളും കളക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് മാറിയിരിക്കാം. അവിടെ നിന്ന് സീഡ് കിട്ടും. സീഡ് കിട്ടി വെച്ച് പഴം. ഓക്കെ, നമ്മളിവിടെ നിന്ന് മാറാം. ഓക്കെ, ഒരു ആപ്പിൾ കിട്ടി. ആപ്പിൾ ഗൈസ്, ആപ്പിൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ നമ്മൾ കഴിക്കുന്ന ആപ്പിളിൽ തൊട്ടുകൊണ്ടിരുന്നാൽ മതി. അത് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അവിടെ ഒരു ഷീപ്പുണ്ട് ഗൈസ്. ആ ഷീപ്പിനെയും കൂടെ നമുക്കങ്ങ് കൊന്നേക്കാം. ഒരു ഷീപ്പ്. ഈ ഷീപ്പിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഷീപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബെഡ് ഉണ്ടാക്കാൻ 3 ഒരേ കളറിലെ വുള്ളാണ് നമുക്ക് വേണ്ടത്. ഒരേ കളറിൻ്റെ വുള്ളെന്ന് പറയുമ്പോൾ അതെ, ഒരേ കളറ് വുള്ളുള്ള ഷീപ്പ്. അതായത് ഇപ്പോൾ വെള്ളയാണ് എടുക്കുന്നത്. വെള്ളയാണെങ്കിൽ നമുക്ക് 2 വെള്ളയുടെ ബ്ലോക്ക് നമുക്ക് ബാറിൽ നമുക്ക് കാണാം. നമുക്ക് അപ്പോൾ ഈ ഷീപ്പിനെ നമ്മളെന്തായാലും കൊന്നു. നമുക്ക് ഈ വഴി ഇരിക്കുന്ന ബ്ലോക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഒരു വുഡ് ബ്ലോക്കും കൂടി ഉണ്ടല്ലോ. അതായിരിക്കുന്നു. നമുക്കതും കൂടി എടുക്കാം.
ഓക്കെ, നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് വുഡ് പ്ലാങ്ക് എടുക്കാം. വുഡ് പ്ലാങ്ക് ഫുള്ളും എടുക്കാം, 20 എണ്ണം എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിക്ക് എടുക്കുകയാണ്. ഒരു 8 എണ്ണം മതി. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു പിക്കാക്സും ഒരു ആക്സും എടുക്കാം. ഓക്കെ, നമ്മൾ പിക്കാക്സും ആക്സും എടുക്കുന്നു. ഈ ആക്സ് വെച്ച് വുഡും അതുപോലത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് ഈസിയായിട്ട് വെക്കും. പിക്കാക്സ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ അതുപോലത്തെ കട്ടിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പിക്കാക്സ് കൊണ്ട് മൈൻഡ് ചെയ്യാൻ വെക്കും. ഓക്കെ, ഇതാ നമ്മളൊരു ബെഡ് ഉണ്ടാക്കി, വുഡ് പ്ലാങ്കും. ഇതാണ് നമ്മളുടെ ബെഡ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബെഡ്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ തണ്ടർ സ്റ്റോം ഒക്കെ വരുവാണെങ്കിൽ, മഴ പെയ്യുവാണെങ്കിലൊക്കെ നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ഉറങ്ങാൻ. നമുക്ക് ഈ കുതിര ചെയ്ത് നോക്കാം, കയറി നോക്കാം. കുതിരയെ കയറാൻ പറ്റും, പക്ഷെ നമുക്ക് സാഡിലില്ല. അതുകൊണ്ട് കുതിരയുടെ ഇഷ്ടത്തിനാണ് കുതിര പോകുന്നത്. നമുക്ക് ഡിസ്മൗണ്ട് ചെയ്തിരിക്കുന്നു, നമ്മൾ പോവാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കേവാണ്. ഇവിടെ ഇടണമുണ്ട്, പക്ഷേ ഇത് അടിയിലോട്ട് പോകണം. അടിയിലോട്ട് പോയി പിന്നെ അത് ഡീപ്പായിട്ട് താഴെ കുഴിഞ്ഞ് കിടക്കുന്നൊരു കേവാണ്. അല്ലാതെ ഇവിടെ കേവ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിവിടെ നോക്കുവാണ്. ഇവിടെ കേവൊന്നും അത്യാവശ്യത്തിനില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഡൗണിലോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഡൗൺ ചെയ്യാം. സ്റ്റോൺ തന്നെ അതാ, ഇതാണ് സ്റ്റോൺ. ഓക്കെ, നമ്മൾ സ്റ്റോണിന് എടുക്കുന്നു. ഓക്കെ, സ്റ്റെയർ കേസ്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങോട്ടാണ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് ചെയ്ത് ഓക്കെ ഈ രീതിയും കൂടെ കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഇത് വെക്കാം. ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ഈ സ്റ്റോൺ മൈൻ ചെയ്യാം. ഉണ്ടാവും പിക്കാക്സ് വെച്ചാണ് സ്റ്റോൺ മൈൻ ചെയ്യുന്നത്. നമുക്ക് ഈ സ്റ്റോൺ മൈൻ ചെയ്യാം. ഓക്കെ, സ്റ്റോൺ മൈൻ ചെയ്യുന്നു നമ്മൾ. ഓക്കെ, നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, സ്റ്റോൺ മൈൻ ചെയ്ത് നമ്മൾ പോവാണ്. ഈ സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് വുഡൻ സ്റ്റോൺ പിക്കാക്സ് അത് കിട്ടും. സ്റ്റോൺ ആക്സ്. ഞാനിപ്പോൾ സ്റ്റോൺ പിക്കാക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആക്സ് വേണ്ട. പീസ്ഫുൾ. അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നമ്മൾ പീസ്ഫുൾ, ക്രിയേറ്റീവ് അങ്ങനെ കുറേ മോഡ്സ് ഉണ്ട്. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ മോബ്സ് ഒന്നും വരത്തില്ല, അങ്ങനെ വരുന്നത്. ഈസി പറഞ്ഞാൽ മോബ്സ് ഈസി അങ്ങനെ ഉണ്ട്. പിന്നെ ക്രിയേറ്റീവ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. അങ്ങനെ ഉള്ളതാണ്. ഇത് സർവൈവലാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതാണ് സർവൈവ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ സ്റ്റോണെല്ലാം മൈൻ ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ വെച്ചേക്കാം. ഓക്കെ, അല്ല വേണ്ട. ഓക്കെ, നമ്മൾ ഡേർട്ട് ബ്ലോക്കെല്ലാം നമ്മളിവിടെ വെച്ചേക്കുന്നു. ഓക്കെ, നമ്മൾ ഡേർട്ട് ബ്ലോക്ക് എല്ലാം നമ്മൾ വെച്ചേക്കുന്നു. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഒരു പിക്കാക്സ് നമ്മൾ എടുക്കുന്നു. പിക്കാക്സ് മതി. ഇനി പിക്കാക്സ് എടുക്കുക. ഈ വുഡൻ ആക്സ് കൊണ്ട് നമുക്ക് ഇത്. ഓക്കെ, ഇനി പിക്കാക്സ് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയൺ കോൾ. അതൊക്കെ നമുക്ക് പിക്കാക്സ് കൊണ്ട് കിട്ടും, പക്ഷേ അത് സ്റ്റോൺ തന്നെയാണ്. വുഡൻ പിക്കാക്സ് കൊണ്ട് നമുക്കത് മൈൻഡ് ചെയ്യാനൊക്കത്തില്ല. അത് നിറച്ച് സമയം എടുക്കും. അത് മൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കിട്ടത്തുമില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ പിക്കാക്സിലാണ് അയൺ, കോൾ എന്നിവ, ഡയമണ്ട്, ഗോൾഡ്, റെഡ് സ്റ്റോൺ എന്നിവ, എമറാൾഡ് എന്നിവയൊക്കെ അയൺ പിക്കാക്സ് ചെയ്യണം. കോൾ വെച്ച് പിക്കാക്സ് അല്ല. കോൺ ഒരു ഫാണസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേൺ ചെയ്യാനുള്ള ഭയങ്കര ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റിവർ ഒന്ന് ചെയ്യാം. അതിനകത്ത് നമ്മൾ കോളിട്ട് കോളിട്ട് നമ്മൾ ബേൺ ചെയ്ത് ഓരോ മീറ്റ്, നമ്മുടെ മീറ്റിൽ അത് റോ മീറ്റല്ലേ, അത് നമുക്ക് കുക്ക് മീറ്റൊക്കെ ആക്കാം, മട്ടൺ അങ്ങനെ ആക്കാം. ഇവിടെ ഒരു കേവ് ഉണ്ട്, പക്ഷേ കേവ് ചെറുതാണല്ലോ, ആവശ്യത്തിന് സാധനവും ഇല്ല. ഓനോ ഷെടാ, ഞാൻ വെച്ചത് വലിയൊരു കേവാണ്. ഇവിടെ നിന്ന് കയറി നോക്കാം, ഇവിടെ വേറെ കേവ് എല്ലാം ഉണ്ടാവും. ഇവിടെ വേറെ ഒന്നും ഉണ്ടല്ലോ. കൊള്ളാം, അതും വെറും കുഞ്ഞ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറാം. ഇവിടുന്ന് പിന്നെ വേറെ ആരെയൊന്നുമില്ല. നമുക്ക് വേറെ കേവ് നോക്കാം. നമ്മൾ അവിടെ വെച്ചൊരു കേവ് കണ്ടില്ലയോ,
ആ കേവ് എവിടെയായിരുന്നു? നമുക്ക് ആ ബ്ലോക്ക് വെച്ച് അങ്ങോട്ട് കയറായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ബ്ലോക്കിലായിരുന്നു. അവിടെ ഒരു ഷീപ്പ് കിടക്കണം. ആ ഷീപ്പിനെ എനിക്കിപ്പോൾ ആവശ്യമില്ല. അവിടെ അത് എവിടെയായിരുന്നെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എന്തായാലും ഇപ്പോൾ രാത്രിയാവാറായി. എനിക്കറിയത്തുമില്ല എവിടെയാ കേവ്. ഇവിടെ നീന്തി കിടക്കാൻ ബോട്ട് വേണോ? വേറെ ഐലൻഡിൽ പോയി കേവ് കണ്ടുപിടിക്കാവോ എന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ നമുക്ക് ഈ ഐലൻഡ് ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. ഇനി നമുക്കങ്ങ് കിടന്ന് ഉറങ്ങിയേക്കാം. ഇപ്പോൾ സമയമൊന്നുമില്ല. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. കണ്ടോ, സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. ഇനി നമുക്ക് ബെഡ് ഇവിടെ ഇടാം. കണ്ടോ, ബെഡിനകത്ത് നമ്മൾ തൊട്ടാൽ മതി. ഫാറവേ, ദൂരെ നിന്ന് പിടിക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പിടിച്ചാൽ നമ്മൾ സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ് എന്ന് പറഞ്ഞ് അവർ കാണിക്കും. മുമ്പത്തെ ദിവസം പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ ഇന്ന് ഒരു കേവ് കണ്ടുപിടിക്കാം. പക്ഷേ കേവ് ഞാനിവിടെ എല്ലാം നോക്കിയായിരുന്നു, അതുകൊണ്ട് കേവ് കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതാണ് നല്ലത്.